ഇവരിൽ എല്ലാവരും ഈ നാടിന്റെ സ്പന്ദനം അറിയുന്ന സാധാരണക്കാരായ ആളുകളാണ്. നിങ്ങൾക്ക് അപ്രാപ്യമായ ആളുകളായിരിക്കില്ല. കാണാൻ ഒരു പാർട്ടി നേതാവിന്റെയും കത്തിന് നിങ്ങൾ കാത്തു നിൽക്കണ്ട. ജനങ്ങൾക്ക് വേണ്ടത് കൊടുക്കാൻ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ഇവർ ഉണ്ടായിരിക്കുമെന്നുള്ളത് ഐക്യജനാധിപത്യ മുന്നണിയും RMPയും ഇവിടെ നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഇവിടെ പ്രഖ്യാപിച്ചവരാരുമല്ല നമ്മുടെ സ്ഥാനാർത്ഥികൾ നമ്മൾ ഓരോരുത്തരുമാണ്. ഈ ഇരിക്കുന്ന സംഗമത്തിലിരിക്കുന്ന മുഴുവൻ ആളുകളുമാണ്. കൃത്യമായി പറഞ്ഞാൽ ജൂൺ 4, 2024 ആ ദിവസം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആ ദിവസം നിങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടാവും. പ്രത്യേകിച്ച് വടകരക്കാര് ആ ദിവസം മറക്കില്ല. എസ്പെഷ്യലി കെ ശൈലജ, CPMന്റെ സ്ഥാനാർത്ഥിയായിരുന്ന കെ ശൈലജ. ആ കെ ശൈലജ ഈ ജൂൺ 4 മറക്കില്ല ഒരിക്കലും, ജീവിതത്തിൽ ഒരിക്കലും. അവസാന ശ്വാസം വരെയും 2024 ജൂൺ 4 എന്താണ് എന്ന് ചോദിച്ചാൽ അത് ശൈലജയ്ക്ക് കൃത്യമായ ഓർമ്മയുണ്ടാകും. അന്ന് മുതൽ തുടങ്ങിയതാണ് ശൈലജയുടെ ഉറക്കമില്ലായ്മ. ആ ജൂൺ 4 തുടങ്ങിയതാണ് ശൈലജയുടെ ഉറക്കമില്ലായ്മ. കെ ശൈലജ അന്ന് മുതൽ ഇന്ന് ഈ നിമിഷം നമ്മൾ സംസാരിക്കുന്ന ഈ നിമിഷം വരെ രാത്രി ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാല്, കണ്ണടച്ചു കഴിഞ്ഞാല് ഓർമ്മയിൽ വരുന്നത്, കണ്ണിൽ തെളിയുന്നത്, മനസ്സിൽ വരുന്നത് ഷാഫി പറമ്പിലിന്റെ ചിത്രമാണ്. അതും ഏത് ചിത്രം? ഷാഫി പറമ്പിൽ വടകരയുടെ മണ്ണിലേക്ക് പാലക്കാട് നിന്ന് വണ്ടി കയറി വടകരയുടെ മണ്ണിൽ വന്നിറങ്ങിയ ആ ദിവസം, ആ നേരം, ആ സമയം, ആ വടകരയിലെ ജനക്കൂട്ടം, അതാണ് ഇപ്പോഴും കെ ശൈലജയുടെ ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഉറക്കമില്ലായ്മ എവിടെ വരെ കൊണ്ടു ചെന്നെത്തിച്ചു എന്ന് ചോദിച്ചാൽ, ഉറക്കമില്ലായ്മ വലിയ ഒരു പ്രതിസന്ധിയിലേക്കാണ് കെ ശൈലജയെ കൊണ്ടു ചെന്നെത്തിച്ചിരിക്കുന്നത്. കെ ശൈലജ ഉറക്കമില്ലായ്മ ശാരീരികമായി വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. അതിനേക്കാളൊക്കെ അപ്പുറം മാനസികമായി വലിയ ഒരു തകർച്ച നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. ഉറക്കമില്ലായ്മ കാരണം ഓർമ്മകൾ മങ്ങി തുടങ്ങിയിരിക്കുന്നു, പിച്ചും പേയും പറയാൻ തുടങ്ങിയിരിക്കുന്നു, മാനസിക നില തെറ്റിയിരിക്കുന്നു കെ ശൈലജയുടേത്. കെ ശൈലജ ഈ പറയുന്ന ജൂൺ 4 ശേഷം വാ തുറന്നപ്പോഴൊക്കെ പച്ചക്കള്ളങ്ങൾ മാത്രം വിളിച്ചു പറഞ്ഞതാണ് കെ ശൈലജ. കാരണം ഷാഫി പറമ്പിലിനോട് 8 നിലയിൽ പൊട്ടിയതിന്റെ ഒരു വിഷമം, ഒരു ദുഃഖം, ഒരു മനോവേദന, അത് കെ ശൈലജയെ വല്ലാതെ അലട്ടിയിട്ടുണ്ട്. ഈ അലട്ടൽ ജൂൺ 4 തുടങ്ങിയത് എന്ന് ചോദിച്ചാൽ ഞാൻ അല്ലെന്ന് പറയും. ഈ പറയുന്ന അലട്ടൽ തുടങ്ങിയിരിക്കുന്നത് ഷാഫി പറമ്പിലിനെ വടകരയിലെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച അന്ന് മുതൽ ഒരു ആവലാതി, ഒരു ആശങ്ക കെ ശൈലജയുടെ മനസ്സിൽ കയറി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ജൂൺ 4 റിസൾട്ട് വന്ന അന്ന് മുതൽ കെ ശൈലജയ്ക്ക് ആ ആശങ്ക അത് മാറി, അതൊരു മനോരോഗമായി വളർന്നു മാറിക്കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. വടകരയിലെ പ്രചരണ കാലഘട്ടത്തില് ഷാഫിക്കെതിരെ, ഷാഫിയെ ഒരു വർഗീയവാദിയാക്കാൻ പലതരത്തിലുള്ള ശ്രമങ്ങൾ കെ ശൈലജയും സഖാക്കളും നടത്തിയിരുന്നു എന്നുള്ളതാണ്. എന്തിനേറെ പറയുന്നു, കാഫിർ സ്ക്രീൻഷോട്ട് വ്യാജമാക്കി ഉണ്ടാക്കിയെടുത്ത് അത് ഷാഫി പറമ്പിലിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമങ്ങൾ കെ ശൈലജയും സഖാക്കളും നിരന്തരമായി നടത്തിക്കൊണ്ടിരുന്നു. ഏറ്റവും അവസാനം ഈ വടകരയിലെ തോൽവി തന്നെ അലട്ടുന്നു, തന്നെ വേട്ടയാടുന്നു എന്നതിന്റെ ഏറ്റവും അവസാനത്തെ തെളിവ് ഈ അടുത്ത കാലത്ത് എറണാകുളത്തെ പറവൂരിൽ വെച്ചുകൊണ്ട് ഒരു പെൺസംഗമം നടത്തിയിരുന്നു. അതിൽ വെച്ച് കെ ശൈലജ ചില വാക്കുകൾ അവിടെ ഉപയോഗിച്ചിരുന്നു. എന്താണ് വാക്കുകൾ? ബഹുമാനപ്പെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ലെറ്റർ പാഡിൽ തനിക്കെതിരെ വ്യാജ ലെറ്ററുകൾ, കത്തുകൾ ഉണ്ടാക്കി പ്രചരിപ്പിച്ചവരാണ് ഈ പറയുന്ന ഷാഫി പറമ്പിലും ടീമും എന്നാണ് അന്ന് കെ ശൈലജ പറഞ്ഞു വെച്ചത്. അതിന് തെളിവ് അവിടെ ചോദിച്ചപ്പോൾ ആ തെളിവൊന്നും എന്റെ കയ്യിലില്ല, പക്ഷെ എനിക്ക് അങ്ങനെ പറയാൻ കഴിയൂ എന്നാണ് കെ ശൈലജ പറഞ്ഞത്. ഇപ്പൊ ഇന്നലെ നിങ്ങൾ ഈ കണ്ട വീഡിയോ, ഷാഫി പറമ്പിൽ സംസാരിക്കുന്ന വീഡിയോ, ഇന്നലെ വൈകിട്ട് വടകരയില് RMPയുടെയും കോൺഗ്രസിന്റെയും UDFന്റെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന ഒരു ചടങ്ങിന്റെ ഒരു ദൃശ്യവും അതിലെ ഷാഫി പറമ്പിലിന്റെ വളരെ തുച്ഛമായ 1-2 വാക്കുകളുമാണ് നിങ്ങൾ കേട്ടത്. അതിനു മുൻപ് ഷാഫി പറമ്പിൽ ഓർക്കാട്ടരിയിൽ അവിടുത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു, പേരാമ്പ്രയിൽ അവിടുത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഷാഫി പറമ്പിൽ ഇന്നലെ തന്നെ മണ്ഡലമായ വടകര പാർലമെന്റ് നിയോജക മണ്ഡലത്തില് ഈ പറയുന്ന സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന
അവരെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന തിരക്കിലായിരുന്നു ഷാഫി പറമ്പിൽ. ഇതൊക്കെ കെ ശൈലജ ഒളിഞ്ഞിരുന്ന് കാണുന്നുണ്ടായിരുന്നു ഇന്നലെ. പക്ഷേ ഇന്നലെ മറ്റൊരു സംഭവം ഉണ്ടായിരുന്നു. ഇന്നലെ പാലത്തായില് അവിടെ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കോടതി അതിന്റെ വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ കെ കെ ശൈലജ രംഗത്തെത്തി. കെ ശൈലജ മന്ത്രിയായിരിക്കുന്ന കാലയളവിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. അന്നത്തെ പിണറായി വിജയനും സർക്കാരും അന്നത്തെ പോലീസും അന്ന് കേസ് ആദ്യഘട്ടത്തിൽ അന്വേഷിച്ച SP ശ്രീജിത്തും അടങ്ങുന്ന സംഘം ആ കേസിനെ തേച്ചു മായ്ച്ചു കളയാനുള്ള ശ്രമങ്ങൾ നടത്തി. പിന്നീട് അങ്ങോട്ട് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഇതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു. സാംസ്കാരിക നായകന്മാർ ഇതിനെതിരെ പ്രതിഷേധങ്ങൾ ഉയർത്തി, ശബ്ദങ്ങൾ ഉയർത്തി. അവസാനം മുട്ടുമടക്കി ശ്രീജിത്തിനെ അന്വേഷണ ചുമതലയിൽ നിന്ന് നീക്കി. എന്നിട്ട് ഇന്നലെ ഈ കെ ശൈലജ പറയുകയാണ് ഈ കേസിനെ തേച്ചു മായ്ച്ചു കളയാൻ മുസ്ലിം ലീഗും SDPIയും ശ്രമിച്ചു എന്ന്. അപ്പോ ഇതിനെക്കുറിച്ച് ഇന്നലെ ഷാഫി പറമ്പിൽ പറഞ്ഞത് ഈ പറയുന്ന ശൈലജയുടെ ഉറക്കമില്ലായ്മ, ശൈലജയുടെ സമനില തെറ്റിച്ചിരിക്കുന്നു, പിച്ചും പേയും പറയാൻ തുടങ്ങിയിട്ട് വർഷം 1 കഴിഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ കാര്യമാക്കേണ്ട എന്നാണ് ശൈലജയെ കുറിച്ച് ഇന്നലെ ഷാഫി പറമ്പിൽ പറഞ്ഞത്. പക്ഷേ ഞാൻ ഷാഫി പറമ്പിൽ പറഞ്ഞ കാര്യങ്ങളോട് യോജിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ യോജിക്കുന്നുണ്ട്. പക്ഷെ കാര്യമാക്കണ്ടേ എന്ന് ചോദിച്ചാൽ കാര്യമാക്കുന്നുണ്ട്. കാരണം കേരളം കണ്ട ഏറ്റവും വലിയ ഫ്രോഡാണ് ഈ സ്ത്രീ. പച്ചക്കള്ളം മാത്രം, വാ തുറന്നാൽ പച്ചക്കള്ളം മാത്രം വിളിച്ചു പറയുന്ന ഒരു സ്ത്രീയാണിവർ. വാ തുറന്നാൽ പച്ചക്കള്ളം മാത്രം വിളിച്ചു പറയുന്നവർ. കേരളത്തില് വലിയ ഒരു പ്രതിസന്ധി കോവിഡ് കാലത്ത് വന്നപ്പോ അന്ന് തന്റെ സ്വന്തക്കാർക്ക് സ്വജനപക്ഷപാതം കാണിച്ചുകൊണ്ട് 400 രൂപക്കും 500 രൂപക്കും കിട്ടിക്കൊണ്ടിരുന്ന PPE കിറ്റ് 1500 രൂപക്ക് വാങ്ങിയിട്ട് അതിൽ തിരിമറി നടത്തിയ വ്യക്തിയാണ് ഈ കെ ശൈലജ. വടകരയിൽ വെറുതെ തോറ്റതല്ല, വടകരക്കാർ ഈ സ്ത്രീയെ പാർലമെന്റിലേക്ക് പറഞ്ഞു വിടാൻ തയ്യാറായിരുന്നില്ല. എത്രയൊക്കെ കുപ്രചരണങ്ങൾ ഷാഫി പറമ്പിലിനെതിരെ ഇവർ അയച്ചു വിട്ടിട്ടും അവസാനം പെട്ടി പൊട്ടിച്ചപ്പോൾ 8 നിലയിൽ പൊട്ടി ഈ സ്ത്രീ. 1,14,506 വോട്ടിന് വടകരയിൽ ഷാഫി പറമ്പിലിനോട് ഈ പറയുന്ന കെ ശൈലജ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഈ കെ ശൈലജയുടെ കയ്യിലിരിപ്പ് തന്നെയാ. അത് വടകരക്കാരുടെ തിരിച്ചറിവാ. മാ തുറന്നാൽ പച്ചക്കള്ളം മാത്രം വിളിച്ചു പറയുന്ന, രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ട് എന്ത് തന്തയില്ലായ്മ തരും വിളിച്ചു പറയാൻ തയ്യാറാവുന്ന കെ ശൈലജയെ പരാജയപ്പെടുത്തിയത് വടകരക്കാരുടെ തിരിച്ചറിവാ. അന്ന് മുതൽ ഉറക്കം പോയതാണ്. അന്ന് മുതൽ മാനസിക നില തെറ്റി തുടങ്ങിയതാണ്. ഇന്ന് ആ മാനസിക നില തെറ്റിയത് അതിന്റെ പരിപൂർണതയിലേക്ക് എത്തി നിൽക്കുകയാണ്. എല്ലാ നിലയിലും മാനസിക നില തെറ്റി. വാ തുറന്നാൽ പച്ചക്കള്ളങ്ങൾ, അസംബന്ധങ്ങൾ, അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ മാത്രം വാ തുറന്നാൽ വിളിച്ചു പറയുന്ന ഒരു കെ ശൈലജ. ആ കെ ശൈലജയെ അടിച്ച് മൂലക്കിരുത്തിയത് വടകരക്കാരുടെ തിരിച്ചറിവാണെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല. ഇന്നലെ കെ ശൈലജ ഇങ്ങനെ പറയാനും മറിച്ചൊരു കാരണമുണ്ട്. ആ കാരണം എന്ന് പറഞ്ഞാൽ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രഭാവം, അയാളുടെ സ്വാധീനം ഈ വടകര പാർലമെന്റ് നിയോജക മണ്ഡലത്തില്, അത് വടകരയാവട്ടെ, ഓർക്കാട്ടിരിയാവട്ടെ, വില്യാപ്പള്ളിയാവട്ടെ, പെരിങ്ങത്തൂരാവട്ടെ, കുറ്റിയാടിയാവട്ടെ, നാദാപുരമാവട്ടെ, ഇനി പേരാമ്പ്രയാവട്ടെ, കൂത്തുപറമ്പാവട്ടെ, തലശ്ശേരിയാവട്ടെ, എവിടെ നോക്കിയാലും ഈ പറയുന്ന ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു പ്രഭാവം, അയാളുടെ സ്വാധീനം അത് ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു ഘടകമായി മാറുമെന്ന് ഇവർ കരുതുന്നുണ്ട്. ഇനിയും പച്ചക്കള്ളങ്ങൾ ഇങ്ങനെ പടച്ചു വിട്ടുകൊണ്ട് ഈ ഷാഫിയെ വേട്ടയാടാനുള്ള ശ്രമങ്ങളാണ് ശൈലജ നടത്തുന്നത്. ശൈലജ ഒരു കാര്യം മനസ്സിലാക്കുന്നില്ല. ശൈലജയെ പറയുന്നത് പച്ച നുണയാണെന്ന് വടകരക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്, കേരളത്തിന്റെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ശൈലജ വീട്ടിലിരുന്നാ മതി, ഡൽഹിയിലേക്ക് പോകണ്ട എന്ന് വടകരക്കാർ തീരുമാനിച്ചത്. പിന്നെയും പച്ചക്കള്ളങ്ങൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്നലെ ഷാഫി പേരാമ്പ്രയിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ ഇന്നലെ രാവിലെ മുതൽ തുടങ്ങിയതാണ്. ആദ്യം പേരാമ്പ്രയിൽ, പിന്നെ ഓർക്കാട്ടേരിയിൽ. ഇതൊക്കെ കഴിഞ്ഞ് വടകരയിലേക്ക് എത്തുമ്പോൾ നേരം ഇരുട്ടിക്കഴിഞ്ഞിരുന്നു. അവിടെയും ഈ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുന്നത് ഷാഫി പറമ്പിൽ. ഈ നടത്തുന്ന പ്രഖ്യാപനങ്ങൾ, അവിടെ തടിച്ചു കൂടുന്ന ജനങ്ങൾ, ഈ കോട്ടകളിൽ വീഴുന്ന വിള്ളലുകൾ, ഇതൊക്കെ കെ ശൈലജയും സഖാക്കളും തിരിച്ചറിയുന്നുണ്ട്. ആ തിരിച്ചറിവിൽ നിന്നാണ് വടകരയുടെ
തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പ്രചരണ മണ്ഡലത്തിൽ ഏത് രീതിയിലാണോ വ്യാജ ഗ്രാഫിക് സ്ക്രീൻഷോട്ടുകൾ പ്രചരിപ്പിച്ചത്, അതേ രീതിയിൽ ഇന്ന് ഈ പറയുന്ന പച്ചത്തെറി വിളിച്ചു പറയാൻ കെ ശൈലജയെ പ്രേരിപ്പിക്കുന്നത്. ധമ്മാടിത്തരം വിളിച്ചു പറയാൻ ഈ കെ ശൈലജയെയും സഖാക്കളെയും പ്രേരിപ്പിക്കുന്ന ഘടകം എന്ന് പറയുന്നത് വടകരയിൽ ഇന്നിന്റെ മണ്ണിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ, പേരാമ്പ്രയിലാവട്ടെ, ഓർക്കാട്ടേരിയിലാവട്ടെ, വടകരയിലാവട്ടെ, നാദാപുരത്താവട്ടെ, കുറ്റ്യാടിയാവട്ടെ, എല്ലായിടങ്ങളും ഇന്ന് നടക്കുന്ന ഈ പറയുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ, ചലനങ്ങൾ, അത് കാണുമ്പോൾ ഈ പറയുന്ന സമനില തെറ്റിയ കെ ശൈലജയുടെ മനോനില അതിലേറെ അപകടാവസ്ഥയിലേക്ക് ചെന്ന് കയറുന്നുണ്ട്. അത് തന്നെയാണ് കെ ശൈലജയുടെ നാവിലൂടെ പുറത്തേക്ക് വരുന്നത്. വാ തുറന്നാൽ പച്ചക്കള്ളം മാത്രം വിളിച്ചു പറയുന്ന കെ ശൈലജ വെറുതെയല്ലപ്പ വടകരയുടെ മക്കള്. ആ വടകരയുടെ മക്കള് അടിച്ച് മൂലക്കിരുത്തിയത്, ഷാഫി പറമ്പിലിനോട് 8 നിലയിൽ പൊട്ടിയത് വീണ്ടും വീണ്ടും പറയുകയാണ്. കാരണം വടകരയുടെ ആ കാര്യം ഇത് കേൾക്കുമ്പോൾ കെ ശൈലജ കൂടുതൽ പ്രകോപിതയാകുമെന്ന് എനിക്കറിയാം. പ്രകോപിതയാവാൻ വേണ്ടി തന്നെയാണ് പറയുന്നത്. കെ ശൈലജയുടെ സമനില തെറ്റിയതിന്റെ കാരണം വടകരയിലെ തോൽവിയാണ്, ഷാഫി പറമ്പിലാണ്, ഷാഫി പറമ്പിലിന്റെ പ്രഭാവമാണ്. ഇന്ന് കെ ശൈലജ അത് തിരിച്ചറിയുന്നുണ്ട്. കെ ശൈലജ അത് തിരിച്ചറിയുന്നുണ്ടെന്ന് പറഞ്ഞ് ഈ പറയുന്ന ഷാഫിയുടെ മുന്നേറ്റം ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് വടകരയിൽ ഈ പറയുന്ന വടകരയുടെ പാർലമെന്റ് മണ്ഡലം എന്ന് പറയുമ്പോൾ തലശ്ശേരിയുണ്ട്, കൂത്തുപറമ്പുണ്ട്, പേരാമ്പ്രയുണ്ട്, കുറ്റ്യാടിയുണ്ട്, നാദാപുരമുണ്ട്, കൊയിലാണ്ടിയുണ്ട്. ഈ മണ്ണിലൊക്കെ വലിയ സ്വാധീനങ്ങൾ ഉണ്ടാക്കുമെന്ന് കെ ശൈലജ തിരിച്ചറിയുന്നു. അവിടെ നിന്നാണ് കെ ശൈലജയെ ഇത്തരത്തിൽ അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ വിളിച്ചു പറയാൻ വേണ്ടി കെ ശൈലജയെ പ്രേരിപ്പിക്കുന്നത്.